ഇന്ത്യ വേഴ്സസ് ബ്രസീൽ ഫ്രണ്ട്ലി മാച്ച് സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കാൻ പോകുന്നുണ്ടല്ലോ നമ്മുടെ കൊൽക്കത്തയിൽ. അപ്പൊ ആ മത്സരത്തിന് മുന്നോടിയായിട്ട് അതിനെക്കുറിച്ച് മാധ്യമ പ്രവർത്തകർ നമ്മുടെ മുൻ ഇന്ത്യൻ ഫുട്ബോളർ ക്യാപ്റ്റൻ ബെയ്ച്ചിങ് ബൂട്ടിയോട് ചോദിച്ചപ്പോൾ ബൂട്ടിയെ പറഞ്ഞു മറുപടി ഇങ്ങനെയാണ്: കഷ്ടത അനുഭവിക്കുന്ന ഒരു ഫാമിലിയില് തന്റെ മകന്റെ കല്യാണത്തിന് ഷാറൂഖ് ഖാന് ഡാൻസ് കളിക്കാൻ വിളിക്കുമോ? പുള്ളി അങ്ങനെ ഒരു ചോദ്യചിഹ്നം ചോദിച്ചിരിക്കുകയാണ്. റിയൽ അല്ലേ? നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കഷ്ടകാലത്തിലൂടെയാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എന്തിനാണ് ആ സമയത്ത് ബ്രസീൽ പോലത്തെ ഒരു നാഷനെയൊക്കെ വിളിച്ച് ഫ്രണ്ട്ലി കളിക്കുന്നതാണോ നല്ലത്, അതോ നമ്മുടെ പ്രശ്നങ്ങൾ ആദ്യം പരിഹരിക്കാൻ നോക്കുന്നതാണോ നല്ലത്? ഞാൻ പുള്ളി പറഞ്ഞതിനോട് യോജിക്കുന്നു. കാരണം നിങ്ങളൊന്ന് ചിന്തിക്കുക, കഷ്ടത അനുഭവിക്കുന്ന ഒരു ഫാമിലി അതിന്റെ മകന്റെ കല്യാണത്തിന് ഷാറുഖ് ഖാന്റെ പോലെ വലിയൊരു നടനെ വിളിച്ച് ഡാൻസ് കളിപ്പിക്കാൻ തയ്യാറാവുമോ? ഇല്ല. ഇപ്പൊ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ ISL ക്ലബായ ജാംഷഡ്പൂർ FC ISL നിന്ന് വിഡ്രോ ചെയ്തിരിക്കുന്നു, ക്വിറ്റ് ചെയ്തിരിക്കുന്നു. അവരെ പ്ലെയേഴ്സ് പോലും അത് അറിഞ്ഞിട്ടില്ല. അവരെ പ്ലെയേഴ്സുകൾ എല്ലാവരും ചേർന്ന് വീഡിയോ ചെയ്യുന്നു, ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു, സേവ് ജാംഷഡ്പൂർ FC എന്ന് പറഞ്ഞു. അതുകൂടാണ്ട് ഇന്ത്യൻ ഫുട്ബോള് ഇപ്പോ വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം ISL കഴിഞ്ഞ വർഷം നടന്നത് തന്നെ എന്തോ ഒരു ദൈവകുരുത്തമുണ്ട്. അതും സാധാരണ നടക്കുന്ന രീതിയിൽ നടത്താൻ പോലും നമ്മുടെ ഫെഡറേഷന് സാധിക്കുന്നില്ല. ഓൾ ഇന്ത്യൻ ഫെഡറേഷൻ AIFF തീരെ മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. സോ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ബ്രസീലിനെ പോലെ ഒരു ടീമിനെ വിളിച്ച് അതിനൊരുക്കങ്ങൾക്കായി കളയണ കാശുണ്ടെങ്കിൽ നമ്മുടെ ക്ലബ്ബുകളെ നിലനിർത്താൻ നമുക്ക് സാധിക്കുമെന്നതാണ് വേറൊരു യാഥാർത്ഥ്യം. സോ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. ബൂട്ടിയെ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയും. ഇല്ലെങ്കിലും നിങ്ങൾക്ക് അറിയിക്കാം. ഇനിയിപ്പോ ബ്രസീലിനെ പോലെ ടീം വരുന്നത് കളിക്കുന്നത് നമ്മുടെ പ്ലെയേഴ്സിന് അതൊരു എക്സ്പീരിയൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ എന്തായാലും ബൂട്ടിയെ പറഞ്ഞതിനോട് യോജിക്കുന്നു 100%.